അനുകൂലമാണ്. പക്ഷേ നടന്നത് ഇതാണ്. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഇതാണ് ഞാൻ കണ്ടത്. അതിനുശേഷം ഞാൻ ഇറങ്ങിപ്പോയതിനു ശേഷം എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എല്ലാം ഇനിയുള്ളതെല്ലാം ഞാൻ ഈ മീഡിയാസ് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ മീഡിയാസ് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഈ കൈരളി TV പറയുന്നതെന്ന് വെച്ചാൽ കുറേ അധമ്മ ചാനലുകളുണ്ട്, അവനെ സപ്പോർട്ട് ചെയ്യാൻ, അവൻ എന്ത് തോന്നിവാസം ചെയ്താലും അത് സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇപ്പം രണ്ടാമത്തെ കേസായെന്നൊക്കെ ഞാൻ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നേ ഉള്ളൂ. അപ്പോൾ പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഇപ്പം നമ്മളെ എങ്ങനെയെങ്കിലും ഡൗൺ ആക്കുക, അവരെ ലക്ഷ്യം അതാണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ നമ്മളെന്തായാലും ഡൗൺ ആക്കുക. എനിക്ക് ഭീഷണി വന്ന് ഇനി അവർക്ക് ഇതാണ് ലക്ഷ്യം. ഇനി അടുത്ത കേസുകൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ കേസുകൾ കൊണ്ടുവരും. എനിക്കിപ്പം റോഡിൽ ഇറങ്ങി നടക്കാൻ പേടിയാണ്. ഏതെങ്കിലും പെൺകുട്ടികൾ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയാണ് എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും അവരെ കൂടെ വഹിക്കും.